40 വയസ്സിന് ശേഷം സ്ത്രീകൾ നേരിടുന്ന വിവിധ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒരു കുതിച്ച ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ആ ഒരു ചാട്ടം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പെട്ടെന്ന് ചൂടാകുക ശരീരം, അതുപോലെ തന്നെ നമുക്ക് സങ്കടം, ദേഷ്യം, അതൊരു കൺട്രോൾ ഇല്ലാതെ വരിക, അതുപോലെ തന്നെ നമുക്ക് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ തെറ്റാണോ എന്നുള്ള രീതിയിലും നമുക്ക് തോന്നാറുണ്ട്. അത് നമ്മളെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് വിയർക്കുക, ശരീരം അനാവശ്യമായിട്ട് എത്ര ചൂടുണ്ടെങ്കിലും എത്ര തണുത്തൊരു നോർമൽ ക്ലൈമറ്റിലാണെങ്കിലും ശരീരം ഭയങ്കരമായിട്ട് വിയർക്കുക, ശരീരത്തിൽ അസഹനീയമായിട്ടുള്ള വിയർപ്പ് നാറ്റമുണ്ടാകുക, പല്ല് തേക്കാത്ത പോലെ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള പല ശാരീരിക, പക്ഷേ ഇതെല്ലാം വളരെ ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും പക്ഷെ നമുക്കതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതെല്ലാം കൊണ്ട് ചെല്ലുന്നത് അമിത ഭാരത്തിലാണ്. എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വണ്ണം കൂടുന്നത്? ഞാൻ നോർമലായിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടാതെ വരും. ഇതെല്ലാം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാ സ്ത്രീകൾക്കും വരാം. ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ട് നേരിടാം എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഒരു ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിക്കുക, ചിട്ടയായിട്ടുള്ളൊരു ആരോഗ്യ ചികിത്സാ മാർഗം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് കൊണ്ടുപോയാൽ തന്നെ ഈ പറയുന്ന വിവിധ തരത്തിലുള്ള നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിയെന്നല്ല, വളരെ 90% നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആർത്തവമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതായത് നമുക്ക് ചില മാസങ്ങളിൽ പീരീഡ്സ് ഭയങ്കര നോർമലായിരിക്കും, ചില മാസങ്ങളിൽ ഭയങ്കര ഇറഗുലറായിരിക്കും, വയറുവേദന, അസഹനീയമായിട്ടുള്ള വയറുവേദന നമുക്കുണ്ടാകാം. ഈ സമയത്ത് നമുക്ക് മറ്റ് ജോലി കാര്യങ്ങളിലോ മറ്റ് കുടുംബത്തിൻ്റെ കാര്യത്തിലോ നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. 40 വയസ്സിന് മുന്നേ നമുക്കൊരു ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സിറ്റുവേഷനെ തരണം ചെയ്തത് അതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ നമ്മൾ തരണം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു കുറ്റബോധത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. കുറ്റബോധത്തിൽ നിന്ന് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും. എന്നെ നല്ല രീതിയിൽ എൻ്റെ കുടുംബം നോക്കാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു മാനസികമായൊരു സംഘർഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതൊരു വല്ലാത്തൊരു സംഘർഷമാണ്. അത് നേരിട്ടവർക്ക് മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കുറ്റബോധം എന്ന് പറയുന്നത് ഞാൻ നല്ലതല്ല, എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല, അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല, ഇത് കാരണം നമ്മളെ കുടുംബത്തെ, ഹസ്ബൻഡിൻ്റെ കാര്യമായാലും കുട്ടികളുടെ കാര്യമായാലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു കുറ്റബോധത്തിൻ്റെ കിണറിലേക്കായിരിക്കും നമ്മൾ വീഴുന്നത്. അതിൽ നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. ഇതിനെല്ലാമായിട്ട് നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും.